പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ചേർന്ന് വരുന്ന ഒരു സഖ്യം, അവർ തമ്മിലുള്ള ഉടമ്പടി, അത് ശക്തമായി എതിർത്തുകൊണ്ട് ഇന്ത്യക്കൊപ്പം റഷ്യ കൂടി രംഗത്ത് വരികയാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ആശങ്കയെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തുകയാണ്. നമുക്കറിയാം, സുരക്ഷാ സമിതിയിലുള്ള അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ, അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് റഷ്യ അടക്കം, അതുപോലെ തന്നെ ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കും, ഫ്രാൻസും ഇന്ത്യയുടെ കൂടെ നിൽക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാധ്യതയാണ്. അതായത് തുർക്കി എടുക്കുന്ന നിലപാട് എന്താണ്? തുർക്കി എടുക്കുന്ന നിലപാടെന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വർഷങ്ങളായി നടന്നു വരുന്ന സാഹചര്യങ്ങൾ, അത് കശ്മീർ വിഷയമായിക്കോട്ടെ, അതുപോലെ തന്നെ നയതന്ത്ര ബന്ധമായിക്കോട്ടെ, ആ വിഷയത്തിലൊന്നും ഞങ്ങൾ ഇടപെടാനില്ല. പുതിയ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാനെതിരെയോ തുർക്കിക്കെതിരെയോ സൗദിക്കെതിരെയോ വന്നാൽ മാത്രമേ അതിൽ ഇടപെടുകയുള്ളൂ. അത് ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് അതിനെ നേരിടും എന്നതാണല്ലോ ഈ കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ കരാറിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ കാര്യം ഒരു സ്പെഷ്യൽ ഇഷ്യൂ ആണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതായത് ഇന്ത്യ അടക്കം എല്ലാ രാജ്യങ്ങളെയും അവർ നേരിടും എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും പാകിസ്ഥാൻ എന്ന നെറികെട്ട രാജ്യം, അവിടെ ഉണ്ടായിട്ടുള്ള ഭരണാധികാരികളിൽ ഒരു ഭരണാധികാരി പോലും നേരിൻ്റെയും നെറിയുടെയും ഭാഗത്ത് ഉള്ള ആളല്ല. അത് നവാസ് ഷെരീഫ് ആയിക്കോട്ടെ, ബേനസീർ ഭൂട്ടോ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പർവേസ് മുഷാറഫ് ആയിക്കോട്ടെ, ഏത് ഭരണാധികാരിയുടെ കാര്യം എടുത്തു നോക്കിയാലും, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഷഹബാസ് ഷെരീഫിൽ വന്ന് നിൽക്കുന്ന സാഹചര്യമായിക്കോട്ടെ, ആരുടെ കാര്യം എടുത്താലും പാകിസ്ഥാന് മൊത്തത്തിലൊരു നെറികേടുണ്ട്. ആ നെറികേടിനെ കൂട്ടുപിടിക്കാൻ നിൽക്കുന്നത് സൗദി കൂടി അതിൻ്റെ കൂടെ അണിചേരുകയാണ്. സൗദിക്ക് കിട്ടിയതൊന്നും പോരാ. സൗദിക്ക് ഇറാൻ്റെ നേതൃത്വത്തിൽ നൽകിയ പ്രഹരമോ അതല്ലെങ്കിൽ മറ്റ് GCC രാജ്യങ്ങൾ കൂടുതലായി സൗദി തള്ളിപ്പറയുന്നതൊന്നും സൗദിക്ക് വിഷയമല്ല. GCC രാജ്യങ്ങളിൽ ഒന്നുപോലും ഈ നെറികെട്ട ഈ ഇക്വേഷനെ, ഈ കോംബോയെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. GCC രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം തന്നെയാണ്. GCC രാജ്യങ്ങളുടെ കൂടി പിന്തുണ ഇന്ത്യ നേടിയെടുത്താൽ തീർച്ചയായും സൗദി ഒറ്റപ്പെടും. സൗദിയെ ഒറ്റപ്പെടുത്താൻ GCC രാജ്യങ്ങൾ കഴിയുകയും GCC സഖ്യത്തിൽ നിന്ന് തന്നെ സൗദിയെ പുറത്താക്കേണ്ടതിൻ്റെയും അനിവാര്യത ഉയർന്നു വരികയാണ്. സൗദിയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും നെറികെട്ട ഒരു ഭരണമാണ് സൗദിയിൽ നടക്കുന്നത്. സൗദി എന്ന നെറികേടിൻ്റെ ഒരു ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു രാജ്യം, അമേരിക്കയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന രാജ്യം, ചതിയന്മാരായിട്ടുള്ള ഭരണകർത്താക്കളാണ് സൗദിയിലുള്ളത് എന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം. അത്രയും ഏറ്റവും മൃഗീയമായി കൾച്ചർലെസ് ആയിട്ടുള്ള ആളുകളാണ് ഈ സൗദിയുടെ അതിൻ്റെ ഭരണം കൈയാളുന്നതെന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്തരമൊരു ഇക്വേഷൻ, ഈ കോംബോയിൽ അവർ സഖ്യം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. GCC രാജ്യങ്ങളുടെ പിന്തുണ കൂടി നമ്മുടെ രാജ്യം തേടുകയാണ്. അതൊരു കൃത്യമായിട്ടുള്ളൊരു ഇഷ്യൂ ആക്കി ഉയർത്തുകയാണ്. അത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, നയതന്ത്രപരമായിട്ടുള്ള ഒരു മുന്നൊരുക്കമായി തന്നെ നമ്മുടെ രാജ്യം കണക്കാക്കുകയുമാണ്.